മണർകാടിനെ ഭക്തിസാന്ദ്രമാക്കി 10ാം ഉദയ മഹോത്സവം. മണർകാട് ദേവീക്ഷേത്രത്തിൽ കുംഭകുട ഘോഷയാത്ര, കലങ്കരിക്കൽ, 11 ഗരുഡൻ തുടങ്ങിയവയാണ് 10ാം ഉദയ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്നത്. ഐതിഹ്യ പ്രശസ്തമായ ക്ഷേത്രത്തിൽ ദേവിയുടെ പ്രധാന ആട്ടവിശേഷങ്ങളിലൊന്നായ 10ാം ഉദയ മഹോത്സവത്തിൽ പരമ്പരാഗത രീതിയിലുള്ള ആചാര അനുഷ്ഠാനങ്ങളോടെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ 2-ന് നട തുറന്ന് ആരംഭിച്ച പൂജാകർമ്മങ്ങൾക്ക് തന്ത്രി കുരുപ്പക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരിയും മേൽശാന്തി താന്നിയില്ലം ശ്രീകുമാര ശർമ്മയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ മുതൽ തന്നെ കലങ്കരിക്കൽ വഴിപാട് ആരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മുതൽ ദേശവഴികളിൽ നിന്ന് കുംഭകുട ഘോഷയാത്രകൾ ആരംഭിച്ചു. മൂന്ന് 30-ന് ക്ഷേത്രത്തിൽ നിന്ന് വടക്കേ ആൽത്തറയിലേക്ക് എഴുന്നള്ളത്തും കുംഭകുട അഭിഷേകവും നടന്നു. വാദ്യമേളങ്ങളും വർണ്ണക്കാവടികളും നിലക്കാവടികളും ദേവീദേവതാ രൂപങ്ങളുമെല്ലാം കുംഭകുട ഘോഷയാത്രയിൽ ശ്രദ്ധയാകർഷിച്ചു. പമ്പമേളവും കരകാട്ടവും വിസ്മയ കാഴ്ചയായപ്പോൾ വ്രതവിശുദ്ധിയോടെ കുടങ്ങളുമേന്തി ഭക്തർ ഘോഷയാത്രയിൽ പങ്കുചേർന്നു. ആയിരക്കണക്കിന് ആളുകളാണ് 10ാം ഉദയ ദിനത്തിൽ ദേവീ ദർശനത്തിനും കുംഭകുട ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിനുമായി ക്ഷേത്രത്തിലെത്തിയത്. രാത്രി 10 മുതൽ തൂക്കം, ഗരുഡൻ വഴിപാടുകളെ തുടർന്ന് കളിത്തട്ടിൽ ഗരുഡൻ പറവ ആരംഭിക്കും. പുലർച്ചെയാണ് ചരിത്രപ്രസിദ്ധമായ 11 ഗരുഡൻ നടക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചടങ്ങിൽ ഒറ്റച്ചാടിൽ 11 കളങ്ങളിലായി 12 ഗരുഡന്മാരെ ആനയിക്കുന്ന ഭക്തിനിർഭരമായ ദൃശ്യം കാണാനും അനുഗ്രഹം തേടാനും വലിയ ഭക്തജന സഞ്ചയമാണ് മണർകാട് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്.